എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 41 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസാണ്. ഈ ബ്ലൗസ് കട്ടിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന കൈയുടെ ലൂസ് എത്രത്തോളം, ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. കൈ നമ്മൾ നാലായിട്ട് മടക്കി ഇടുമ്പോൾ എത്രത്തോളം വീതി കൊടുക്കുന്നുള്ള കാര്യം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിലുപരി കൈക്കുഴിയുടെ കാര്യവും നമ്മൾ പറയുന്നുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം കണക്കുകളും വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തന്നെ കണക്കുകളാണ്. 41 ഇഞ്ച് വണ്ണമുണ്ട് ചെസ്റ്റ്, 45 ബ്രസ്റ്റ് ഉണ്ട്, 36 ഇഞ്ച് വേസ്റ്റ്, ഇങ്ങനെ വരുന്ന ഒരു കണക്കാണ്. പല പ്രാവശ്യം പലരും ചോദിച്ച ഒരളവാണ്. ആ അളവിൻ്റെ കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ അരയിഞ്ച് നമ്മൾ തുമ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എപ്പോഴും നമ്മൾ സാരി ബ്ലൗസ് വെട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒന്ന് പീസ് യാദർച്ഛികമായിട്ടൊക്കെ വരുന്ന ചില പീസിന് അകമ്പറും ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. പീസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്കിത് ക്രോസ് കട്ടിംഗ് ആണ്. 41 ക്രോസ് കട്ടിങ് പലരും ചോദിച്ചിരുന്നു. നമുക്കിത് ക്രോസ് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. 16 ഇഞ്ച് രണ്ടിടത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പം ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 6.25, അതായത് 3 ഇഞ്ച് നെക്കിൻ്റെ വൈഡും 3.25 ഷോൾഡറും, മൊത്തത്തിൽ 6.25 നമ്മൾ ഈ ബ്ലൗസിന് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ കൈക്കുഴിയും നമ്മൾ 6.25 തന്നെ കൊടുത്തു. 6.25 കൊടുത്തു. ബോഡി വണ്ണം നമ്മൾ കണക്ക് കൂട്ടുന്നത് 41 ഇഞ്ചാണ്. 41 കൂടെ 4 കൂടെ ചേർത്ത് 45 എഴുതിയിടണം ബുക്കിൽ. 41 + 4 45. 45ൻ്റെ 4/1 11.25 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ഓർത്തിരുന്നോണം. ബാക്ക് ഡാട്ടില്ല. 36ൻ്റെ 4/1 9 ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ 8.25 മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ഇത് സ്ക്വയർ തന്നെ വരയ്ക്കണം. പിന്നെ ഈ കൈക്കുഴിയുടെ ഒരു ഭാഗം എല്ലാവർക്കും ഒരു സംശയമുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പോയിൻ്റ് വരുന്നിടത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇങ്ങനൊരു മാർക്ക്. ഇതിൻ്റെ 6.25 3 ഒരു പോയിൻറ്റും ഇവിടെ മാർക്ക് ചെയ്യണം. ഈ 2 പോയിൻറ്റും കൊള്ളിച്ചുകൊണ്ട് വേണം കൈക്കുഴി നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് വെട്ടാനും പറ്റും. ഇനി അതുമല്ല, ഒരു വശമില്ലാത്തവർ ആദ്യമായിട്ട് വെട്ടുവാണ് തന്നെ ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് കൈക്കുഴിയുടെ ഒരു ഐഡിയ കിട്ടും. കുത്തനെ നമ്മൾ ഈ ഒരു മാർക്ക് ഇല്ലാതെ വരയ്ക്കുമ്പോൾ പലർക്കും ഒരു തെറ്റ് വരാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിപ്പോയാൽ കൈ കൊമ്മളിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് നെക്ക് നമ്മൾ വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ണമുള്ള ബ്ലൗസാണ്. അതുകൊണ്ട് ഇത് നല്ലപോലെ ഇതുണ്ട്, ഇങ്ങനെ തന്നെ ബാക്ക് നെക്ക് വരച്ച് കൊടുക്കണം. ഈ ഒരു ക്യാപ്പ്, ഇത് ഇങ്ങനൊരു ഞാൻ വരച്ചിരിക്കുന്ന ഒരു ക്യാപ്പ് ഉണ്ടോ, ഈ ഒരു ക്യാപ്പ് ഒരു 1/2 ഇഞ്ച് കൂടുതൽ വരാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല നെക്കിൽ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 41 ഇഞ്ചിൻ്റെയും 1 തൊട്ടുവണ്ണം ഉള്ളതും 36 ഇഞ്ച് ഇടവണ്ണം തൊട്ടുവണ്ണം ഉള്ളതുമായ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് നമ്മളിത് ഓക്കെ ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ടിങ് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നതല്ല, ഈ സൈഡിൽ തന്നെ നെക്ക് വെട്ടണം. ചിലർ ബാക്ക് നെക്ക് ലാസ്റ്റ് വെട്ടും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സപ്ല പീസ് അതിന് തികയാതെ വരുമ്പോൾ ആ നെക്ക് വെട്ടുന്ന പീസും നമുക്ക് ഹുക്കൊക്കെ അടിക്കാനും ഒക്കെ ഉപയോഗിക്കാനും ഇങ്ങനെ തന്നെ കൈക്കുഴി വെട്ടിപ്പോണം. ഈ ഭാഗത്ത് അകത്തോട്ട് കയറിയാലും പുറത്തോട്ട് തള്ളിയാലും നമുക്ക് അത് പ്രശ്നമാണ്. കൈയുടെ ചുളിവിനെല്ലാം കാരണമാകും. അത് പ്രത്യേകം ഓർക്കണം. ഇത്രയും മനസ്സിലായല്ലോ. ഇങ്ങനെ തന്നെ വരച്ച് ഇതുപോലെ തന്നെ ബുക്കിൽ എഴുതിയിടുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസ് കട്ടിങ്ങിലേക്ക് പോകാം. ക്രോസ് കട്ടിങ്ങിൽ ബാക്ക് പീസ് നമ്മൾ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം.
കണ്ടോ എങ്ങനെയാണ് ക്രോസ് കട്ടിങ് ഇട്ടിരിക്കുന്നത്. തേര് പീസിൻ്റെ ഭാഗത്തായിട്ട് ബാക്ക് പീസ് വരുന്നു, ഇങ്ങനെ ഇടും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ക്രോസ് പീസ് നന്നായിട്ട് കിട്ടും. ലൈനിങ്ങിലാണ് നിങ്ങൾ ഇട്ട് വെട്ടുന്നതെങ്കിലും ഇത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ക്രോസ് കിട്ടും. അപ്പോൾ എപ്പോഴും 36 വീതിയുള്ള തുണിയാണ് ഇടുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇതുപോലെ തന്നെ ക്രോസ് ഇടണം. അപ്പോൾ ക്രോസ് നിങ്ങൾ ഓർത്താൽ മതി, കൈക്കുഴിയുടെ ഭാഗം ഇങ്ങനെ തേരിൻ്റെ അവിടെ വരുന്നു. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഈ സൈഡിൽ ഈ ഭാഗത്തായിട്ട് നന്നായിട്ട് വലിവ് കിട്ടും. ഡാട്ട് കൊടുക്കുന്ന ഭാഗത്തും മെയിൻ ഡാട്ടിൻ്റെ ഭാഗത്തും നമുക്ക് നന്നായിട്ട് വലിവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ രീതി തന്നെ ഇടാൻ പറയണം നിങ്ങൾ ഇട്ട് വെട്ടുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇപ്പം ഇതറിയത്തില്ലാത്തവരാണ് ഇങ്ങനെ തന്നെ ഒരു പേപ്പറിൽ ബുക്കിൽ വരച്ച് വെക്കണം. അതായത് തുണിയുടെ ഭാഗം വരച്ചിട്ട് ബാക്ക് പീസ് നമ്മൾ ഇട്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ തന്നെ വരച്ച് വെക്കണം. വരച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെട്ടാൻ നേരം ഒരു സംശയം കൂടാതെ തന്നെ നിങ്ങൾക്ക് വെട്ടാൻ പറ്റും. ഈ ഒരു ഭാഗം ബുക്കിൽ ഒരു സ്ക്വയർ തുണി വരച്ചിട്ട് ആ ബാക്ക് പീസ് ഇടുന്ന കാര്യം ഇതുപോലെ ഇട്ട കാര്യം ഇതുപോലെ തന്നെ നിങ്ങൾ വരച്ച് വെക്കണം. എന്നിട്ട് ഇത് 1.5 ഇഞ്ച് ഇവിടുന്ന് തള്ളുന്നു. ഈ ഭാഗത്ത് ഓർത്തോണം, ശരിക്കും നമുക്ക് ക്രോസ് കിട്ടാൻ വേണ്ടിയാണ് 1.5 ഇഞ്ച് ഇവിടുന്ന് തള്ളിയിട്ട് ഇതിങ്ങനെ തന്നെ ഒരു ലൈൻ വരച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ വരച്ച് വെക്കും. അപ്പം നമ്മൾ 4 ഇഞ്ച് ഇവിടെ തള്ളി, 1.5 ഇഞ്ച് ഇവിടെ തള്ളി. ഇനി നമുക്ക് തള്ളേണ്ടത് 4.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം. 4.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു, 4.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ ഒരു സ്ട്രൈറ്റായിട്ട് തന്നെ ഒരു ലൈൻ വരച്ച് വെക്കണം. ഇത്രയും മാർക്ക് തന്നെ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് അത് ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ നമ്മളെ തയ്യൽ തുമ്പ് ഈ ലൈനിൽ നിന്നും 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. അവിടെ മാർക്ക് ചെയ്തിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്തു നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. ഇത്രയും ഭാഗം തന്നെ അവിടെ ബുക്കിൽ കുറിച്ചിടണം. കുറിച്ചിട്ടിട്ട് ഇതെങ്ങനെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഒരു വര കൊടുക്കും. ഈ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് വരച്ചിട്ട് ഇവിടുന്ന് ഈ സെൻട്രൽ ടേപ്പ് വെച്ചിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. 6.25 നമുക്ക് ഫ്രണ്ട് നെക്ക്, 6 ഇഞ്ച് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് മാർക്ക് ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് നെക്കിന് വ്യത്യാസം വരികയുമില്ല. നെക്ക് നല്ല നെക്കിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ക്രോസ് ഇങ്ങനെ തന്നെ വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വെട്ടണം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ കൂടെ വെട്ടി പോകുന്നവർക്ക് വേണേലും നമുക്ക് വെട്ടിപ്പോകാം, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് ബെൽറ്റിൻ്റെ വശം നമ്മൾ വെട്ടത്തില്ല, അത് നമുക്ക് വേറൊരു കട്ട് പീസിൽ വെട്ടിയെടുക്കാം. നമുക്ക് അത്രയും കൂടെ കൈക്ക് തുണി കിട്ടും. അതുപോലെ തന്നെ അത് ക്രോസ് വെട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബെൽറ്റ് ചുളിഞ്ഞു പോവും. ഒരു കാരണവശാലും ക്രോസ് വെട്ടരുത്. ഇങ്ങനെ കൈക്കുഴി വെട്ടി സെയിം അളവിൽ തന്നെ കൈക്കുഴി ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇങ്ങനെ വെട്ടിയെടുത്ത് ഈ ബെൽറ്റിൻ്റെ ഈ ഭാഗത്ത് നിർത്തണം. ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഈ ബാക്ക് പീസ് മാറ്റാം. ഇനി നമ്മൾ ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഈ ബെൽറ്റ് പീസ് നമ്മൾ വെട്ടിയെടുക്കും. ബെൽറ്റ് പീസ് വെട്ടുന്നത് ഇതെങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് വര കൊടുത്തു, തയ്യൽ തുമ്പ് തള്ളി 36ൻ്റെ 4/1 9 ഇവിടെയും മാർക്ക് ചെയ്തു, 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് നന്നായിട്ട് ക്രോസ് ഇങ്ങനെ വരച്ചോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും വരച്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇവിടെ തള്ളണം. 1/2 ഇഞ്ച് മെയിൻ ഇങ്ങനെ രണ്ടിടത്തും 1/2 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ഈ ടേപ്പ് ഈ 1/2 ഇഞ്ചിൽ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. 11 ഇഞ്ചാണ് മെയിൻ ഡാട്ടിൻ്റെ ലെങ്ത്. ഈ 11 ഇഞ്ചിൽ നിന്ന് ഇതുപോലൊരു വര ഇങ്ങനെ നമ്മൾ നേരത്തെ ബെൽറ്റിന് വരച്ച പോലെ താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചോളാം. വരച്ച് വെച്ചിട്ട് 3.5 ഇഞ്ചാണ് നമ്മുടെ ഡാട്ടിൻ്റെ വിത്ത്. അപ്പോൾ 1.25 ഇവിടെയും കൊടുത്തു, 1.25 ഇവിടെയും കൊടുത്തു. കാരണം 41 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുണ്ട്, പിന്നെ ബ്രസ്റ്റിൻ്റെ വണ്ണം 45 അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് ഉള്ള ഡാട്ടിന് തീർച്ചയായിട്ടും കിട്ടണം. ഇങ്ങനെ വെച്ചു. ഇങ്ങനെയും വെച്ച് മെയിൻ ഡാട്ട് വരച്ചതിന് ശേഷം ഇത് ഇവിടുന്ന് ഡോട്ടിട്ട് ഈ മെയിൻ വര നമ്മൾ വരച്ചെടുത്ത് 3/4 ഇഞ്ച് വരുന്നത് പോലെ ഇങ്ങനെ വരച്ചു നോക്കാം. ഇങ്ങനെ വരച്ചു നോക്കാം. ഇതാണ് ബെൽറ്റിന് ഞാൻ നല്ലപോലെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ബുക്കിൽ വരച്ച് വെക്കണം. ഒരു കാരണവശാലും ഇതിൽ നമ്മൾ വെട്ടരുത്. ഇത് നമ്മൾ വെട്ടുന്നത്
ഒരു കട്ട് പീസിലാണ് നമ്മൾ ഇത് വെട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്ക് വെട്ടി ഇതുപോലത്തെ പീസ് കാണും. ഈ പീസ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമ്മൾ ഈ പീസ് ആദ്യം തന്നെ നമ്മൾ ലെവൽ ചെയ്യുന്നു. ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ ഇടുക. ഇതേ ചോക്ക് മാർക്കിൽ തന്നെ നമ്മൾ ഈ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കണം. മറ്റേ നമുക്ക് ക്രോസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വെട്ടരുത്. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് ഇതേ മാർക്ക് ചെയ്ത അളവിൽ തന്നെ നമ്മൾ ബെൽറ്റ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ 4 ഇഞ്ച് എപ്പോഴും പറഞ്ഞാൽ ഇവിടെ എടുത്ത് കളയണം. കണ്ടോ? അപ്പം നമ്മൾ ഈ മാർക്കിൽ നിന്ന് എടുക്കാതെ ബാക്ക് പീസും ബെൽറ്റ് പീസും വെട്ടിയെടുത്തു. ഇനി നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ട് പീസിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ സ്കെച്ച് പോലെ വെട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ തുണിയിൽ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. എങ്ങനെ വരും? ഈ വരുന്ന ഭാഗം നമ്മുടെ കൈക്ക് മടക്കിയെടുക്കുന്നു. കാരണം 1.25 ഇഞ്ച് 1.10 യാദർച്ഛയായിട്ട് വന്നെങ്കിൽ നമുക്ക് തുണി തികയാതെ വന്നെങ്കിലോ എന്നോർത്താണ് അവിടെ നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളയുന്നു. 3/4 ഇഞ്ച് ഇവിടെ നിന്നും ഡാട്ടിൻ്റെ എടുത്ത് കളയുന്നു. ഇത് വരച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഇങ്ങനെ തന്നെ 3/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തു, 3/4 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തു. എന്നിട്ട് ഇത് മാർക്ക് ചെയ്യണം. ഡാട്ട് മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് 1/2 ഇഞ്ച് മെയിൻ ഡാട്ടിൽ നിന്ന് കയറി നിൽക്കുന്ന പോലെ നമ്മൾ സെൻട്രൽ ഡാട്ട് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന 3.25 3.25 ഇതുപോലെ തന്നെ ഒരു വര കൊടുത്തു. ഇവിടെ ആ സെൻട്രൽ ഡാട്ടിൻ്റെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ മറന്നു പോകാതെ ചെയ്യുന്നത് ക്രോസ് ആണെങ്കിലും ഒരു 4 ഇഞ്ച് ഇവിടുന്ന് നെക്കിനെടുത്ത് കളയണം. അപ്പം നെക്ക് ചുളിവില്ലാതെ വലിഞ്ഞ് നിൽക്കാൻ വേണ്ടി മറന്നു പോകാതെ തന്നെ എടുത്ത് കളയണം. ആ കളയുന്നത് ഒരിക്കലും കുത്തനെ ഒരു 4 ഇഞ്ച് എടുക്കരുത്. ചെറിയ ഒരു ഓവലിൽ എടുത്ത് കളയാവുള്ളൂ ഈ ഭാഗം. അതായത് ഈ ഡാട്ട് കൊണ്ട് തീരുകയും ചെയ്യണം. എന്നിട്ട് 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 3/4 ഇഞ്ചും 1/2 ഇഞ്ചും തുമ്പ് കേട് വരുന്നത് പോലെ 1.25 ഇഞ്ച് നമ്മളെ തയ്യൽ തുമ്പ് തള്ളിയെടുത്ത് നിൽക്കണം. തീർത്തും കയറിപ്പോകരുത്. അപ്പോൾ അത് എടുക്കുന്നത് മുകളിൽ നിന്ന് കത്രിക ഇങ്ങനെ പിടിച്ച് കത്രികയുടെ വെയിറ്റ് കട്ടിങ് ടേബിളിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കണം. ഇങ്ങനെ കറക്റ്റ് എടുക്കും. അപ്പോൾ ഇത് ഈ ഫ്രണ്ട് പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു ഷേപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടുന്ന് സെൻട്രൽ ഡാട്ട് ചെയ്യുന്ന ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഏകദേശം ക്രോസ് വരുന്ന പോലെ കൈക്കുഴി ഡാട്ട് മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ കൈക്കുഴി ഡാട്ടും നമുക്ക് ഓക്കെ. ഇനി വളരെ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 41 അതിൻ്റെ കൂടെ 4 കൂടെ ചേർന്ന് 45. 45ൻ്റെ 4/1 ഫ്രണ്ട് പീസിൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം. അതെങ്ങനെ മാർക്ക് ചെയ്യുന്നു വെച്ചാൽ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ഇവിടെ 4 ഇഞ്ച് കൂടുതൽ തുമ്പ് പിടിക്കല്. എന്നിട്ട് കൈക്കുഴിയുടെ അവിടുന്ന് 1/2 ഇഞ്ച് താത്ത് കൈ പിടിപ്പിച്ച് ഫിനിഷ് ചെയ്ത് വരുന്ന പോലെ 11.25 ഇഞ്ച് ഇവിടെ കിട്ടുമോ എന്ന് നിങ്ങൾ കട്ട് ചെയ്ത് പോകുമ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? 45 ഇഞ്ച് 41 ഇഞ്ച് തൊട്ടുവണ്ണമാണ്. അതിൽ നിന്ന് നമുക്ക് 45 തീർന്ന് കിട്ടുമോ? വലിയുന്ന തുണിയാണെങ്കിൽ 1 ഇഞ്ച് കുറച്ച് 44 കിട്ടിയാലും മതി. ഈ ഭാഗം പ്രത്യേകം അളന്നെടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ട് വെട്ടിയ ഭാഗങ്ങൾ സൈഡ്, അതായത് ബാക്ക് ഇങ്ങനെ വെച്ചു, ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഡാട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. സൈഡിൽ വെച്ചിട്ട് ഈ ബെൽറ്റ് പീസും കൂടെ വെച്ച് ബെൽറ്റ് പീസ് ഇങ്ങനെ ഒപ്പം വെക്കണം. വെച്ചിട്ട് നമ്മുടെ ഈ സൈഡിൽ എന്തെങ്കിലും കയറ്റവർക്കോ ഉണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. സാരി ബ്ലൗസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണിത്. ഇത് തികയാതെ വരുമ്പം ചിലരെന്ത് ചെയ്യും, ഈ കൈക്കുഴി വെട്ടും. കൈക്കുഴി വെട്ടിയിട്ട് ഇത് സെറ്റ് ചെയ്യും, ഫ്രണ്ട് കൂടുതലാണെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത്. ചെയ്തെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും വലിയ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇത് പ്രത്യേകം ഈ സൈഡ് നോക്കണം. ഇനി നമുക്ക് കൈ വെട്ടാനുണ്ട്. കൈ നമ്മൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ തുണിയുടെ ഒരു ഘടകം എങ്ങനെയാണെന്ന്.
നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ക്രോസ് വൈസ് ബെൽറ്റിൻ്റെ നമ്മൾ വെട്ടിയിട്ടില്ല. ഇതെങ്ങനെ കൈക്ക് പിടിക്കും എന്നതിന് നമുക്ക് നോക്കാം. ഇങ്ങനെ തന്നെ പിടിക്കുന്നു. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇത് സെൻറ്റർ ചെയ്യുന്നു. സെൻറ്റർ ചെയ്തിട്ട് ഇങ്ങനെ തുല്യമായിട്ട് മടക്കിയിടണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൈക്ക് നമുക്ക് കറക്റ്റ് ചെയ്ത് നീളത്തിൽ വെട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈ നീളവും കിട്ടും. തുണി കുറവാണെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാനും പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കൈനീളം. കൈനീളം 8 ഇഞ്ച് കിട്ടുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ. അപ്പം സുഖമായിട്ട് 8 ഇഞ്ച് കിട്ടും. അപ്പോൾ 8 ഇഞ്ച് കിട്ടുമ്പം നോക്കിക്കോണം, ഇത് 1.5 തുണി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹെമ്മിങ്ങിന് 1/2 ഇഞ്ചിൽ കൂടുതലില്ല. ആ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ബാലൻസ് ബേസിൽ കട്ട് ചെയ്ത് അടിച്ച് മറിച്ചാൽ മതി. 11 ഇഞ്ചാണ് കൈവണ്ണം, അത് മാർക്ക് ചെയ്യുന്നു. 4.5 ഇഞ്ച് ഇവിടുന്ന് ഷേപ്പ് കൊടുക്കും. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചിരുന്നു, കൈ ഇങ്ങനെ മടക്കി ഇടുന്നതിനെ പറ്റിയുള്ള കണക്ക് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി തരേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. 41 ഇഞ്ചാണ് നമുക്ക് വണ്ണം. 41-ൽ നിന്നും നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കണം. അത് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ മടക്കിയിടുന്ന ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാകും. നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുക, കോളം വരച്ചിട്ട് എഴുതി തരാം. 41 ഇഞ്ച് നമ്മുടെ വണ്ണം. ഓക്കെ, ഇതിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കണം. 3 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 38 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര വന്നു? 38. മനസ്സിലായി? ഈ 38ൻ്റെ 4/1 പറയുന്നത് എത്രയാണ്? 38 ഭാഗം 4/1 എത്ര വന്നു? നമുക്ക് 9.5. 9.5യുടെ കൂടെ 4 ഇഞ്ചും കൂടെ നമ്മൾ പ്ലസ് ചേർക്കുമ്പം 9.25 നമുക്ക് വരും. ഈ കണക്കിലാണ് നമ്മൾ ഈ 36 വീതിയുടെ തുണി ഇടുമ്പോൾ നമ്മൾ മടക്കി ഇടേണ്ടത്. അങ്ങനെ 9.5 ഇഞ്ച് ഇല്ലെ 10 ഇഞ്ച് മടക്കി ഇടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൈക്കുഴിക്കനുസരിച്ചുള്ള ഈ ലൂസ് കറക്റ്റായിട്ട് കിട്ടും. അത് ബുക്കിൽ എഴുതിയിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ പറയാനുള്ളത്, ബോഡി വണ്ണത്തിൽ നിന്നും 4 ഇഞ്ച് എടുത്തിട്ട് 4 ഇഞ്ചിൽ 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് എന്ത് കിട്ടണ്ടേ? കൈക്കുഴി തീർന്ന് കിട്ടണ്ടേ? 1 ഇഞ്ച് കുറച്ച്. അപ്പം നമുക്ക് 41 ആണെങ്കിൽ 41ൻ്റെ 4/1 എന്ന് പറയും 10.25. 10.25-ൽ 1 ഇഞ്ച് കുറച്ച് 9.25 നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടണം. എന്താ ഇങ്ങനെ, മനസ്സിലായി? അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇങ്ങനൊരു മാർക്ക് കൊടുക്കുക. ആദ്യം ഓർഡിനറി ആയിട്ട് കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ ബാക്ക് പീസ് എടുക്കണം. എടുത്തിട്ട് 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൈക്കുഴി ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ വരച്ചത് എത്രത്തോളം കറക്റ്റാണ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ കൈക്കുഴി വെട്ടാവുള്ളൂ. അത് ഞാനൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ നോക്കണം. നോക്കാതെ കൈ ഒരു കാരണവശാലും വെട്ടരുത്. നമുക്കിപ്പോൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഒരു 4 ഇഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എപ്പോഴും വെട്ടിയ കണക്കുകൾ നമുക്ക് ഒരുപോലെ വരണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വലിച്ചു പോകും. എന്നിട്ടേ ഉള്ളൂ കൈക്കുഴി വെട്ടാവുള്ളൂ. അപ്പം അത് പ്രത്യേകം ഓർത്തിരിക്കുക, പ്രത്യേകം അത് ബുക്കിൽ എഴുതി വെക്കുക. നമുക്ക് കൈ വെട്ടാൻ പോകാം. ഒന്നേകാൽ ഇഞ്ച് തള്ളി വെട്ടിക്കോണം. ഇവിടെ നമ്മൾ മാർക്ക് കൊടുത്തു. എന്നിട്ട് നമുക്ക് 1.25 ഇഞ്ച് ഇവിടെ തള്ളി, 2.25 ഇവിടെ നിന്ന്. ഇത് രണ്ടിൻ്റെയും നടുക്ക് നോക്കണം. എത്ര വന്നു? 5.5. 2.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിൽ നിന്നും
3/4 ഇഞ്ച് വരുന്നത് പോലെ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. കൈയുടെ ഫ്രണ്ട് അതെങ്ങനെ കുഴിച്ച് വെട്ടുന്നത്? ഇതുപോലെ കത്രി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പോകണം. ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഒരു നൂലിൽ ഇവിടെ ചീരണം. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പ് നമ്മൾ ഫ്രണ്ടിലും എടുത്ത് വെട്ടിയ ഷേപ്പാണ്. ഇപ്പം നമുക്ക് എത്രയോളമായി ബാക്ക് പീസ് വെട്ടി? നമ്മൾ ക്രോസാണ് ഫ്രണ്ട് വെട്ടിയത്. ഫ്രണ്ട് വെട്ടി ബെൽറ്റ് പീസ് നമ്മൾ സെയിം പീസിൽ തന്നെ സ്കെച്ച് എടുത്തിട്ടുണ്ട്. കൈയും വെട്ടിയിട്ടുണ്ട്. ഇത്രത്തോളം നമുക്ക് സപ്ല പീസൊക്കെ ഹെമ്മിങ്ങിനും കൈക്ക് അടിച്ച് മറിക്കാനും ഒക്കെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയിടുകയും നന്നായിട്ട് തന്നെ പഠിച്ച് നല്ല മിടുക്കരായ ടൈലറായി മാറാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. വീഡിയോയിലൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി കാണണമെന്നും, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം അറിവുകൾ പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് ഒരറിവ് മാത്രമേ നിങ്ങൾക്ക് ഗുണകരമായെങ്കിലും അതും ഒരു വലിയ സന്തോഷമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് എടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക്